ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കുട്ടിക്കുടുംബം. ഇന്ന് ഓഗസ്റ്റ് 13 ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഇന്നലെ രാത്രി ഞങ്ങൾക്ക് ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ലേറ്റായിട്ട് കിടന്ന് ലേറ്റായിട്ട് എഴുന്നേറ്റ കോലമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് ഒരു ഔട്ടിങ്ങിനൊക്കെ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ റെഡി ആയിട്ട് വരാം. അപ്പോഴത്തേക്ക് നിങ്ങൾ ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട്. ഞങ്ങൾക്കിവിടെ അങ്ങനെ അധികം ഫ്രണ്ട്സൊന്നും ഇല്ല ഈ ഷൂസ്ബറി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ 2022 മുതൽ ഞങ്ങളുടെ കൂടെ UK ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സാണ് ഇവരൊക്കെ വന്ന് സെലിബ്രേഷൻ ഞങ്ങൾ ചെറുതായ രീതിയിലൊന്ന് ആഘോഷിച്ചതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ റെഡിയായി. ഇപ്പോൾ ഇവിടെ സമയം 12:30 ഞങ്ങൾ റെഡിയായി വന്നത്തേക്ക് അവരെല്ലാവരും കാറിലോട്ട് പോയി. അപ്പോൾ നമുക്ക് എങ്ങോട്ടൊക്കെ പോകുന്നതെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. നമുക്കപ്പം കാറിൽ കയറിയിട്ട് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകാം. ജസ്റ്റ് ഇന്ന് ഏതായാലും ഇവിടെ ലേറ്റായിട്ട് ഇരുട്ടത്തുള്ളതുകൊണ്ട് നമുക്കിനി എപ്പോഴേലും കയറി വന്നാൽ മതി. സ്മൃതി മോൾ അവിടെ നിൽപ്പുണ്ട്. സ്മൃതി ഹായ് പറ. ഇച്ച കൊച്ചിനെ സീറ്റ് ബെൽറ്റൊക്കെ ഇടിപ്പിക്കണു. അപ്പം ബർത്ത്ഡേ ബോയ് ഇവിടെ ഉണ്ട്. ബർത്ത്ഡേ ബോയ്ക്ക് ഇന്നലെ ഒരു തൊപ്പിയൊക്കെ സമ്മാനം കിട്ടി. അത് സാര ബേബിയും ഡാഡിയും മാച്ചിങ്. ഹായ് പറ സാര ബേബി. പോകുവാണ്. എവിടെ പോകുന്നതെന്ന് തീരുമാനിച്ചിട്ടില്ലല്ലോ. അപ്പം നിങ്ങൾ ഡിസൈഡ് ചെയ്യാം. ഓക്കെ, ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സാര ബേബി. ഇന്ന് നല്ല മോഡിലല്ല ഗൈസ്. ഞങ്ങളപ്പം പോകാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഡിസൈഡ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ടെൽഫോർഡ് ഇവിടെ ഒരു എയർഫോഴ്സ് മ്യൂസിയം ഉണ്ട്. അതായത് ഇവിടുത്തെ റോയൽ ഫാമിലി, അതായത് പണ്ടത്തെ കാലത്ത് യുദ്ധമൊക്കെ നടന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന ഉപയോഗിച്ചിരുന്ന യുദ്ധവിമാനങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേ, അതായത് വലിയ മ്യൂസിയം ആണ്. ഞാൻ ആക്ച്വലി ഇന്നലെ പോയായിരുന്നു കെയർ ഹോമിൽ. എന്തോ റാഫ് മ്യൂസിയം, എയർഫോഴ്സ് മ്യൂസിയം. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകണം. ഇവിടെ ഒരു 47 മിനിറ്റ് കാണിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ആനുവൽ ലീവ് ഒക്കെ എടുത്ത് ഇച്ചയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ആനുവൽ ലീവ് എടുത്ത് ഓഫ് എടുത്തത് ആയതുകൊണ്ട് ഇന്നൊരു മഴ ആനുവൽ ലീവാ. ആനുവൽ ലീവ് അപ്ലൈ ചെയ്തിട്ട് പക്ഷെ കിട്ടിയിട്ടില്ല കേട്ടോ. ഓഫ് എടുത്തു. പക്ഷെ ഇന്ന് ഒരു മഴയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു 37 മിനിറ്റ് ഉണ്ട്. അപ്പം ഞങ്ങള് പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കാം. സ്പോട്ടിൽ അങ്ങനെ പ്ലാൻ ഒക്കെ മാറാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ അങ്ങനെ പോകുന്ന വഴിക്ക് സൺഫ്ലവർ കാണുവാണെങ്കിൽ അതെ, ഞങ്ങള് ആദ്യം സൺഫ്ലവർ പാടം ഇപ്പൊ ഇവിടെ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ കൂടെ പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ ഇന്ന് ട്യൂസ്ഡേ ഓഫാണ്. ഞങ്ങൾ അതുകൊണ്ട് ആ പ്ലാൻ മാറ്റി പ്ലാൻ ബിയിലോട്ട് പിടിച്ചത്. അപ്പൊ ഇനി പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു ഫ്ലവർ ഗാർഡൻ കണ്ടാൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് ചാടും. അതുകൊണ്ട് ഞങ്ങൾ ഏത് ഡെസ്റ്റിനേഷനിലാണോ ചെല്ലുന്നത് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, അപ്പൊ ഞങ്ങള് ആ മ്യൂസിയത്തിന്റെ ഏകദേശം അടുത്തെത്തി. ഇനി ഇവിടുന്ന് 4 മിനിറ്റും കൂടെ ഉള്ളു കാണിക്കുന്നത്. പക്ഷെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ഓൺലൈൻ നമുക്ക് ശരിക്കും എൻട്രി ഫ്രീ ആണ്. പക്ഷെ നമ്മൾ ഓൺലൈനിൽ എത്ര പേരാ വരുന്നത് എന്നുള്ളതും കണ്ട് അവർക്ക് ബുക്ക് ചെയ്യണം. സാർ ബേബി ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോയി ഗൈസ്. അപ്പം പക്ഷെ ഞാൻ അതിന് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് പറ്റണില്ല. അതിന് അവിടെ ചെല്ലുമ്പോൾ അറിയാം എന്താ. ഇനി മേ ബി മ്യൂസിയം ഫുൾ ഒത്തിരി കൂടുതലാണെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ശശിയാവും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പുറത്ത് കാർ പാർക്കിങ്ങുകളെ കാണിച്ചിട്ട് ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോകുന്നതായിരിക്കും. നമുക്കവിടെ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഡ്യൂട്ടി സ്ഥലത്തു നിന്ന് അവിടെ ഒരു ആളെ റെസിഡൻറ്റിനെയും കൊണ്ട് അവിടെ പോയപ്പോൾ നമുക്ക് കാർ പാർക്കിങ്ങിന് 7 പൗണ്ട് 7.5 പൗണ്ട്സ് ആണ്. അതായത് നാട്ടിലെ 700 രൂപ 5 മണിക്കൂറിന്. പക്ഷേ ഇത് എൻട്രി ഫീസ് ഇല്ല. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ നഷ്ടമായിട്ടില്ല. കാരണം ഇവിടെ എല്ലായിടത്തും നമ്മൾ പാർക്കിങ്ങിനും ഫീസ് കൊടുക്കണം, എൻട്രി ഫീസും കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മള് എത്ര മിനിറ്റ്? 2 മിനിറ്റിൽ നമ്മള് മ്യൂസിയത്തിലെത്തും. കയറാൻ പറ്റുമോ ഇല്ലയോ നമുക്കറിയാം. 50-50 ചാൻസ് ആണ്. ശരിക്കും എൻട്രി ഫീ ആയതുകൊണ്ട്. പക്ഷെ ഇവിടെ ഇപ്പം സ്കൂൾ ഹോളിഡേയ്സ് ഒക്കെ ആയതുകൊണ്ട് ഇന്നലെ ഞാൻ പോയപ്പം ഒത്തിരി കുഞ്ഞുങ്ങളായിരുന്നു. കാരണം അവിടെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അറിയില്ല. ഇവിടെ ഇപ്പൊ നല്ല ക്ലൈമറ്റ് കാണിക്കുന്നുണ്ട്. പക്ഷെ ഒരു 5 മണിക്ക് ഒരു മഴയും കാണിക്കുന്നുണ്ട്. മഴ പെയ്യോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം. എനിക്ക് എത്ര ഡിഗ്രിയാ? 24 ഡിഗ്രി കേട്ടോ. നമുക്ക് സത്യം പറഞ്ഞാൽ നാട്ടിലെ ചൂട് വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ ക്ലൈമറ്റ് ഒന്നും അല്ല, മീൻസ് ചൂടൊന്നും അല്ലാന്ന് നമുക്ക് തോന്നുമെങ്കിലും പക്ഷെ ഇവിടുത്തെ ഈ ചൂടുണ്ട് ദൈവം രക്ഷയില്ല. അങ്ങോട്ട് മീൻസ് അവിഞ്ഞ് നമ്മള് രക്ഷയില്ലാത്ത ചൂടാ ഇവിടെ. നമ്മളങ്ങ് പെട്ടെന്ന് മടുക്കും. നമുക്ക് നാട്ടിലൊന്നും ഇല്ലല്ലോ. നമുക്ക് വേർത്തെങ്കിലും നമ്മൾ വേർത്ത ദിവസമെങ്കിലും നമ്മള്. പക്ഷെ ഇവിടെ അതില്ല. നമ്മള് നമ്മുടെ മ്യൂസിയത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഇട്ടിരിക്കുകയാണ്. എൻട്രൻസ് പാർക്കിംഗ് ഫീ ഉണ്ടെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എൻട്രി ഫീ ഇല്ലാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കയറാൻ പറ്റുമോ എന്നുള്ളതാണ്. ഈ കാണുന്ന ബിൽഡിംഗ് ഒക്കെ അതിന്റെ ഭാഗങ്ങളാണ്. വിമാനത്തിന്റെ നാട്ടിൽ പോട്ടെ, നാട്ടിൽ പോണം. എനിക്കിപ്പോ ടെൻഷൻ ഇതാണ്, ഇതിന്റെ അകത്തെ വിമാനം കാണുമ്പോ സ്മൃതി സേറ ബേബി നാട്ടിൽ പോണോന്ന് വല്ലതും പറയുമോ എന്നുള്ളൊരു ടെൻഷൻ ഇല്ലാതില്ലായിരിക്കും. ഇന്നിവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, അതുകൊണ്ടാന്ന് തോന്നുന്നു നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റാഞ്ഞത്. അപ്പം ഏതായാലും അകത്ത് പോയി നോക്കാം ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ കാർ പാർക്ക് ചെയ്യുന്നത് പോലെ തന്നെ തിരിച്ച് കാർ എടുത്തോണ്ട് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ വന്ന് ടിക്കറ്റൊക്കെ കിട്ടി കേട്ടോ. അതുകൊണ്ട് ടിക്കറ്റ് കിട്ടി കഴിഞ്ഞ് ടിക്കറ്റ് കൺഫേം ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ പാർക്കിംഗ് ഫീസ് എടുത്തു. അതിന് ഞാൻ പറഞ്ഞ പോലെ 7.5 pounds ആയി. നമ്മൾ ടിക്കറ്റ്സൊക്കെ കൊണ്ട് വണ്ടിക്കകത്ത് വെച്ചു, കാരണം തെളിവ് വേണമല്ലോ ടിക്കറ്റ് എടുത്തതിന്. അപ്പം സേറ ബേബി നേരെ വന്ന് ഫ്ലൈറ്റൊക്കെ കണ്ടപ്പോൾ സേറ ബേബി പറഞ്ഞ് നാട്ടിൽ പോകാമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ കൂടുതലും ഫ്ലൈറ്റിൻ്റെ അടുത്തോട്ട് വിടാൻ പോയില്ല. ഇനി നമ്മൾ എൻട്രൻസിലോട്ട് പോവാണ്. നമുക്ക് ഓൺലൈനിൽ ടിക്കറ്റ്സ് എടുത്തപ്പോൾ നമുക്കൊരു ബാർകോഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളത് അകത്തുകൊണ്ട് സ്കാൻ ചെയ്യും. സ്മൃതിമോൾ ഫ്രണ്ടിൽ അങ്ങ് നടക്കുവാണ്. സ്മൃതിമോൾ സൺ ടാൻ അടിക്കുമെന്ന് പറഞ്ഞ് ഓടുവാ. എനിക്ക് പറ്റത്തില്ല, ചൂട് പറ്റത്തില്ല. അതാ നമ്മള് അതുകൊണ്ട് ഇതാണ് ഇതിന്റെ എൻട്രൻസ് വരുന്നത്. നമ്മള് ഇവിടുന്ന് ഇങ്ങനെ കയറി പാർക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് കളിക്കാന്. സേറ ബേബിനെ തിരിച്ചിറക്കുമ്പോഴത്തേക്ക് കയറ്റാം. ഇപ്പോഴേ കയറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വെയിലത്ത് നിന്ന് ക്ഷീണിച്ചു പോകും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇതിൻ്റെ അകത്ത് കയറി നമ്മൾ സ്കാൻ ചെയ്ത് നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങി വരാം. ഓക്കെ, എൻട്രൻസിൽ കൂടെ അകത്തോട്ട് കയറി കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു കൗണ്ടറുണ്ട്. അവിടെയാണ് നമ്മൾ നമ്മുടെ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തതിൻ്റെ QR കോഡൊക്കെ കാണിക്കേണ്ടത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ചേട്ടൻ എന്നോട് അവിടെ ഇരിക്കുന്ന ഒരു മാഗസിൻ എടുക്കാമോ, ഇവിടെ മുഴുവൻ ഡൊണേഷനാണ്. അപ്പോൾ ഞാൻ നൈസായിട്ട് പറഞ്ഞു വേണ്ട, ഞാൻ ഇന്നലെ ഇവിടെ വന്നതുകൊണ്ട് എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് പറഞ്ഞ് ഞാൻ നൈസായിട്ട് അത് ഒഴിവാക്കി. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ അകത്തോട്ട് ഇങ്ങനെ പോയാൽ മതി എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ മുഖം ഇതിനകത്ത് ഇനിയും കാണിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ അപ്പോൾ ഇനിയും ബാക്ക് ക്യാമറ വെച്ചിട്ട് കാണിക്കാം. ഇവിടെ ഇങ്ങനെ ഒരു റോക്കറ്റൊക്കെ തൂങ്ങിക്കിടക്കും, ഇതിൻ്റെ അകത്ത് ക്യാമറ ഉണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങളിത് കണ്ട് ഇവിടുന്ന് നമ്മൾ അകത്തുനിന്ന് തുടങ്ങി നമ്മൾ പുറത്തേക്ക് വരുമ്പം ഇവിടെ കുറേ ഇത് യുദ്ധവിമാനങ്ങളാണോ എന്താണെന്നോ എന്നോട് ചോദിക്കരുത്, എനിക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ നോളജ് ഇല്ല. പക്ഷേ നല്ല കറക്റ്റ്, ഞാനിത് ഓൾറെഡി ഇന്നലെ കണ്ടതായതുകൊണ്ട് എനിക്ക് ഇന്നലെ കണ്ടപ്പോൾ നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കണ്ടതായതുകൊണ്ട് ഇവരെയും കൂടെ കൊണ്ട് കാണിക്കാമല്ലോ എന്ന് വെച്ച്. പിന്നെ ഇത് ഫ്രീ ആയതുകൊണ്ട് ഞാൻ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യും, ഇവിടെ ഷൂസ്ബറി ടെൽഫോർഡ് ഏരിയയിലുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് കാണുന്നതിൽ ഇത് വേർത്താണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. സേറ ബേബി ഭയങ്കര ഹാപ്പിയാണ്. ആണോ? എയർപ്ലെയിനിൽ എവിടെ പോണേ? ആണോ? അപ്പോൾ സേറ ബേബി ഭയങ്കര ഹാപ്പിയായി. അത് മതി നമുക്ക്. ഓരോ വിമാനത്തിൻ്റെയും ഡീറ്റെയിൽസ് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു ബോർഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നെപ്റ്റ്യൂൺ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് 1941 ഡെവലപ്പ് ചെയ്ത എന്തോരം പഴക്കമുണ്ട്. എൻ്റെ മുതുമുത്തച്ഛനാണിത്. ഈ വിമാനത്തിന്റെ വെയിറ്റ് മേക്കിംഗ് കാര്യങ്ങൾ ഇത് 2011 വരെ സർവീസിലുണ്ടായിരുന്ന ഒരു ഫ്ലൈറ്റ് ആണിത്. ഇതാണ് ഫ്ലൈറ്റ്. ഓക്കെ, കണ്ടോ സേറ ബേബിക്ക് എല്ലാം അറിയാം ഗൈസ്. ഇതും 2011 വരെ സർവീസിലുണ്ടായിരുന്ന എയർക്രാഫ്റ്റ് ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനകത്തോട്ട് കയറിയപ്പോൾ ഈ ബോട്ട് ഇങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. ഇച്ചൻ സ്മൃതിയും വെയിലായതുകൊണ്ട് തണല് കൊള്ളാൻ വേണ്ടി പോയിക്കോ. വാ നമുക്ക് അപ്പുറത്തോട്ട് പോവാം. ഹലോ ഗൈസ്, കം ഹിയർ. ഡാഡിയെ ഹണിമമ്മിയെ വിളിക്കേ. ഓ, ഇച്ച ഫ്ലൈറ്റിൽ പെട്രോൾ ഒഴിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു. ഫ്ലൈറ്റ് പെട്രോളാണോ ഡീസലാണോ? ഡീസലാണോ? ആണോ? ചാണോ?
നമ്മളിങ്ങനെ നടന്ന് ചെല്ലുന്നത് അടുത്തൊരു ബിൽഡിങ്ങിലേക്കാണ്. ഇതിൻ്റെ അകത്തോട് കയറി അതെല്ലാം കണ്ടിട്ട് നമ്മൾ പിന്നെ അവിടുന്ന് പുറത്ത് വന്നിട്ട് നമ്മൾ പിന്നെ ആ ബിൽഡിങ്ങിൽ പോണേ. ഇന്നലെ വന്നത് കൊണ്ടാട്ടോ എനിക്കിതൊക്കെ അറിയാമെന്നില്ലെങ്കിൽ തെണ്ടിത്തിരിഞ്ഞാണ്. കണ്ട് പകുതി ആയപ്പോഴാണ് ഇച്ച ക്യാമറ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാമറ ഷൗട്ട് ചെയ്യില്ലേ, ക്യാമറ എടുത്തില്ല എന്നുള്ള കാര്യം മറന്നു പോയിട്ട് ആശാൻ ക്യാമറ എടുക്കാൻ പോയിട്ടുണ്ട്. സേറ ബേബി ഫ്ലൈറ്റൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷം. സേറ ബേബി എയറോപ്ലെയിൻ എന്ന് പറഞ്ഞു കാരണം കാറുന്നുണ്ട്. സേറ ബേബി ഇവിടെ വന്നൊരു ചെയറൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അവിടെ വന്നിരുന്നു. സ്മൃതി മോള് തലവേദന പേടിച്ച് ഒരു ഇതിൻ്റെ അടിയിൽ തണലത്ത് പോയി നിൽപ്പുണ്ട്. നിൽക്കുന്നുണ്ടോ? തണലത്ത് പോയി നിൽക്കുവാണ്. ഇച്ച അങ്ങ് ദൂരേന്ന് നടന്നു വരുന്നുണ്ട്. ഗൈസ് ക്യാമറ ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. സേറ ബേബി ഇവിടുന്ന് കണ്ട് ഡാഡി വിളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ വന്നിരുന്ന് ചായ കുടിക്കുന്നു, ജ്യൂസ് കുടിക്കുന്നു. ഇവരുടെ ആൾക്കാർക്ക് ഈ വെയിൽ പ്രശ്നമല്ല, നമുക്കാണ് കേട്ടോ. വിച്ചനെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഈ വെയിലത്ത് വന്നിരിക്കുന്നത്. ഇല്ലേ ഞാനൊന്നും ഇങ്ങനെ ഇരിക്കത്തില്ല സ്മൃതി. ഈ പൊരുവെയിലത്ത് ഇരിക്കാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. സ്മൃതി ഇപ്പോഴേ തലവേദന വരും എന്നൊക്കെ പറഞ്ഞ മോഹം ഇരിക്കുന്നുണ്ട്. സ്മൃതിക്ക് അല്ല കൊച്ചുവിന് പിന്നെ തൊപ്പിയുള്ളതുകൊണ്ട് അവള് രക്ഷപ്പെട്ടു. സെറ ബീബി അടിപൊളി തൊപ്പിയാണോ ചോദിച്ചേ? അപ്പം ബർത്ത്ഡേ ബോയ് ഫോട്ടോ ഒക്കെ എടുക്കുന്നു. ഞങ്ങൾ ഒരു ചെറിയൊരു ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അകത്തോട്ട് പോവാണ്. ബാ 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 അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറുവാണ്. ഇങ്ങനെ അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് ഈ റോയൽ എയർഫോഴ്സ് സ്റ്റോറിയുടെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ എല്ലാം സ്റ്റോറീസ് അവർ ഇതുപോലെ ഇങ്ങനെ ബോർഡിൽ കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറാൻ പോവാണ്. ഇതാണ് ഇതിൻ്റെ ഇൻസൈഡ് വരുന്നത്. ഇനി ഇതിനകത്ത് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. ഞാനിപ്പം ഇതിൻ്റെ എല്ലാം വീഡിയോസ് എടുക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് 1944 വരെ സർവീസിലുണ്ടായിരുന്നതാണ്. ഇതുപോലെ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഇതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇത് നല്ല ഇതായിരിക്കുമേ. നമുക്ക് ഈ വീഡിയോയിൽ പറയുന്നതെല്ലാം നമുക്ക് കേൾക്കാം. ഈ എയർക്രാഫ്റ്റിനെ കുറിച്ച് പറയുന്നത് അത് ഈ പാരാഗ്ലൈഡിങ് ഒക്കെ എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഡ്രോപ്പിൻ്റെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഞാൻ അവിടെ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്തു. 5 പൗണ്ടാണ് ആയത്. അപ്പം ഇതാണ് ലിംസ മാത്യു കയറാൻ പോകുന്നത്. ഇച്ച ക്യാമറയൊക്കെ എടുത്ത് വെക്കുവാണ്. ഇച്ച പോയപ്പം ക്യൂ നിൽക്കുവാണ് കാണാൻ വേണ്ടിയിട്ട്. ക്യാമറ ബാഗൊക്കെ എന്നെ ഏൽപ്പിച്ചു. അത് വേണ്ടായിരുന്നു, ഭയങ്കര വെയിറ്റാണ്. പോയി ക്യൂവിലാണ്. ഇനി ആ കുട്ടിയുടെയും കൂടെ കഴിഞ്ഞിട്ട് അടുത്തത് ഇച്ചയ്ക്ക് കയറാൻ പറ്റും. സേറ ബേബി കൂടെ പോയി നിൽപ്പുണ്ട്, കയറണമെന്ന് വല്ലതും പറയുമല്ലോ. ഇച്ചേ ടെൻഷനുണ്ടോ? നമ്മുടെ ഇച്ച കയറാൻ പോവാണ്. അവർ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇടിപ്പിച്ച്
Yeah, we'll put on your. So with the handles, if you pull on your right, you get to your right. Pull on your left, you get to your left. They're normal, straightforward. Going, pulling them both down, you go up, and then up, down. Okay. Left and right normal, up and down. Like this. Yeah, yeah. When you're doing it, try and have it steady. You'll go to the rings more often. ഇതിൽ കയറുമ്പോഴത്തേക്ക് നമുക്ക് എനിക്കൊന്ന് ചൂസ് ചെയ്യാൻ തോന്നുന്നു ഏത് വീഡിയോയാണ് വേണ്ടത്. ഈ ഡിസ്പ്ലേയിൽ കാണിച്ചിരിക്കുന്നത് അത് നമുക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ അതിന് ഹൈറ്റിനനുസരിച്ച് ക്യാമ്പ് തുടങ്ങാൻ പോവാണ് ഗൈസ്. It's a stuck guy, guys. ആ വീഡിയോ തീരാറായി. ഇപ്പം അത് കഴിയും. I love the shirt, by the way. Yeah. Yeah, I like this one. Thank you. താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു കുട്ടി? നല്ലതായിരുന്നു. ആണോ? പക്ക നമുക്ക് ആ ഫീൽ വരത്തില്ല, പക്ഷെ എന്നാലും ആ ഒരു എന്തുവാ നമുക്കൊരു ഒരു ടെൻഷനായി പോവല്ലേ? ടെൻഷൻ അല്ലടി. ആ സാധനം ഗെയിം കളിക്കുമ്പോഴത്തെ നമുക്ക് കിട്ടാൻ ആ വളയം പോലെ സാധനം കിട്ടാൻ വേണ്ടി നമ്മൾ മാറ്റി നോക്കും. ചിലപ്പോൾ ഗെയിമും ഉണ്ടോ അതില്? ആ വളയത്തിലൂടെ നമ്മൾ കയറി പോകണം. അതാണ് ഓക്കെ. നമ്മൾ എത്ര കൂടുതൽ വളയത്തെ കയറുന്നതിനനുസരിച്ച് നമുക്ക് ലൈഫ് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ. ഇപ്പം ലൈഫ് കിട്ടിയിട്ടും കാര്യമില്ല, നമുക്ക് ആകപ്പാട് 2.5 മിനിറ്റിന്റെ വീഡിയോ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ആർക്കെങ്കിലും ടോയ്ലറ്റ് യൂസ് ചെയ്യണം. ഇങ്ങനെ ഒരു 2 മിനിറ്റ് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെയും തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇത് ഇങ്ങനെ കാണിച്ച് പോവാം. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് 2:30 സമയം. വിശക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇല്ല ഈ ഒരെണ്ണം കൂടെ കയറാനുണ്ട്. അപ്പം ഞങ്ങൾ ഇനിയും അടുത്തതിലോട്ട് കയറിയിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. വിശക്കണോ? നോ നോ നോ, നമുക്ക് ഇങ്ങനെ കണ്ടു പോകാമെന്നേ ഉള്ളൂ. അപ്പം നമ്മളിനി കയറാൻ പോകുന്നത് അവിടാണ്. ഇവിടെ പിന്നെ നമുക്കങ്ങനെ ഗൈഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഗൈഡ് വേണമെങ്കിൽ എനിക്കൊന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്താൽ അവർ അപ്പോൾ ഞങ്ങൾ ഇതുണ്ട് അകത്തേക്ക് കയറുകയാണ് ഗൈസ്. ഗൂയിസ് കണ്ടോ കഥ. ഇങ്ങനെ നമ്മളകത്തേക്ക് കയറി. ഇത് മറ്റേതൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒരു കാണാനൊക്കെ കുറച്ചുകൂടെ അല്ലേ? ഇച്ചുവിന് എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ഇഷ്ടപ്പെട്ട. ഇച്ചുവിന് കുറച്ചുകൂടെ ഇങ്ങനത്തെ കണ്ടോ ഇതൊക്കെ ഒറിജിനൽ. ഇത്രയും വലുതൊക്കെ എങ്ങനെയാണ് ഇവർ ഇതിനകത്ത് കൊണ്ടുവപ്പിച്ചതല്ലേ? ഞാൻ ഇന്നലെ ഇവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ എൻ്റെ മനസ്സിലെ സംശയം എല്ലാം ഇതായിരുന്നു. ഇതിൻ്റെ മണ്ടയിലെല്ലാം ഉണ്ട്. ഉണ്ടോ? ഇച്ചേ അതങ്ങ് വിലക്ക് വാങ്ങിച്ചാലോ?
ഇപ്പോൾ ഞങ്ങളിവിടെ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് കടന്നിരിക്കുകയാണ് ഗൈസ്. പുറത്ത് നല്ല വെയിലാണ്, പുറത്തോട്ട് വരെ സത്യം പറഞ്ഞാൽ അതുകൊണ്ട് മടിയാണ്. അവിടെ സെർവേവിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമുണ്ട്, ഞങ്ങളതൊന്ന് പോയി നോക്കട്ടെ. അവിടെ ഭയങ്കര കാറ്റാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐസ്ക്രീം അവൈലബിൾ ആയിരുന്നു. ഞങ്ങൾ 4 പേരും, ഞാനും സെർബേബി സെയിം വാങ്ങിച്ചു, അവർ രണ്ടുപേരും ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് വാങ്ങിച്ചത്. സെർബേബി ഐസ്ക്രീം വാങ്ങിച്ച് യമ്മിയാണോ? ഞങ്ങൾ ടോട്ടല് 17 പൗണ്ട്സിൻ്റെ ഐസ്ക്രീമാണ്. പക്ഷെ നല്ല കേട്ടോ. ഒരു നാട്ടിലെ പൈസ പറഞ്ഞ ഞാൻ വെറുപ്പിക്കത്തില്ല, അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി മലയാളികളല്ലേ അങ്ങനെ ചിന്തിച്ചു പോവും. സ്മൃതി മോള് തണലൊക്കെ നോക്കി വന്നിരുന്ന് കഴിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? യമ്മിയാണോ? നാട്ടിൽ കിട്ടുന്ന ഒരു എന്നാ അതൊക്കെ സീറ്റൊക്കെ കിട്ടി. സ്മൃതിയുടെ തണലത്ത് വന്നിരുന്നു. സ്മൃതിയുടെ ഐസ്ക്രീം സൂപ്പറാണ്, നല്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വാനില. ഞാൻ സ്ട്രോബെറി വാങ്ങിച്ചതിൽ ഖേദിക്കുന്നു, പക്ഷെ നല്ല സ്ട്രോബെറി നല്ല. പക്ഷെ വാനില നമ്മുടെ നാട്ടില് വാനിലയുടെ ആ സെയിം ഒരു നമുക്ക് വാനില അല്ല അയച്ചേ. ഞാൻ ഇവിടുത്തെ യമ്മി ഇവിടെ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സെർബേബിനെ കൊണ്ടുവന്ന് പാർക്കിലോട്ടൊക്കെ ഒന്ന് വന്നു. ഒരു ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളൊക്കെ കളിക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ ഇവർക്ക് എന്തിൽ കയറണമെന്ന് കൺഫ്യൂഷനാ. അതുവഴി അങ്ങ് പോ, അങ്ങോട്ട് പോ, അങ്ങ് പോ, അപ്പുറത്ത് പോ, മുട്ടയിൽ കഴിഞ്ഞ് എല്ലാ സെർബേബി എല്ലാത്തിനും കയറാനൊരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. വാ വാ വാ, ദാറ്റ് വേ സെറ, അങ്ങോട്ട് പോ, അതുവഴി വാ. ഒന്നൂടെ സേറു. സെർബേബി പാർക്ക് ചെയ്യുന്നപ്പം ഇറങ്ങി വരുന്നില്ല. ഞങ്ങള് കുറെ നോക്കി എന്നിട്ട് നടന്നില്ല. അപ്പം പിന്നെ സ്മൃതിയെ വിട്ടിട്ടുണ്ട്. ഞങ്ങൾ മാറി നിൽക്കുക. നമ്മുടെ ഓൾമോസ്റ്റ് ഇവിടുത്തെ സ്റ്റേ നമ്മൾ പാർക്കിംഗ് ഫീസ് അടച്ചേക്കുന്നതിൻ്റെ എത്ര മണിക്കാണ്? ഞങ്ങളിവിടെ 1 മണിയായപ്പോൾ വന്നു, ഇപ്പോൾ ഇവിടെ 4 മണിയായി. അപ്പം ഏകദേശം തീർന്നു. ഏകദേശം നമ്മളിനിയും ഇവിടെ സ്റ്റേ ചെയ്താൽ നമ്മൾ ഇനി എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടി ഒരു ഫൈനൊക്കെ വരും ചിലപ്പം. ഇത് പിന്നെ 5 മണിക്ക് ക്ലോസ് ചെയ്യുകയും ചെയ്യും. മ്യൂസിയം സ്മൃതി എടുത്തോടെ വരുന്നുണ്ട് കളിപ്പണ്ട് ഇത്. പക്ഷെ ഇപ്പം ഇന്ന് ഇതിലെല്ലാത്തിലും അവൾ കയറി കേട്ടോ. സാധാരണ അവൾക്ക് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഒരു പേടിയൊക്കെ ഉള്ളതാണ്. ഇന്ന് അവൾ കയറി മിടിക്കുകയായിരുന്നു. കാരണം തീരെ എനിക്കൊന്ന് 6 മാസമൊക്കെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ കണ്ടോ, ഇപ്പോൾ ഒരു കൊച്ചു വീണത് നിങ്ങൾ കണ്ടോ. ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ. അപ്പം സെർബേബിക്ക് അത് കണ്ടപ്പം അവൾ അതിനേക്കാളും വലുതാണല്ലോ, അതുകൊണ്ടൊന്നും അവളെല്ലാത്തിനും കയറുകയൊക്കെ ചെയ്ത. ഗുഡ് ഗേൾ ആണേ സെർബേബി, ഗുഡ് ഗേളാ. ബാ. അങ്ങനെ ഞങ്ങളുടെ ഒരു നീണ്ട മ്യൂസിയം വിസിറ്റ് കഴിച്ച് ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയത്തില്ല. ഇവിടെ നമ്മുടെ ടെൽഫോർഡ് തന്നെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങിയിട്ട് ഫുഡൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോവും. ടെൽഫോർഡ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് കറക്റ്റ് അറിയത്തില്ല. എന്നാലും നോക്കിയിട്ട് ഞങ്ങൾ പോകാമെന്ന് വെച്ചു. ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വെച്ചു. ഒന്നും കഴിച്ചില്ലല്ലോ. കുഞ്ഞിടയ്ക്ക് ബണ്ണൊക്കെ കഴിച്ചു കേട്ടോ. നിങ്ങൾ ഓർക്കരുത് കൊച്ചിനെ പട്ടിണിക്കിട്ടേക്കുമല്ലെന്ന്. പിന്നെ കാറിലെല്ലാം ഉണ്ട്. കാറിലെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ ചൂടത്തിരുന്നൊരു വകയായി കാണും. സെർബേബിക്ക് പാർക്ക് ഇഷ്ടമായോ? പാർക്ക് ഇഷ്ടമായോ? അപ്പം ഞങ്ങൾ കാറിൽ കയറി എന്തെങ്കിലും കഴിക്കുകയൊക്കെ ചെയ്തു ഗൈസ്. ഞങ്ങളപ്പം ഇവിടുന്ന് തിരിച്ച് ഞങ്ങൾ ജസ്റ്റ് ചെറുതായിട്ട് സ്നാക്സ് ഒക്കെ കഴിച്ചു. പിന്നെ ഇത്രയും നേരം ഇവിടെ ഇരുന്ന് ഗൂഗിളിൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും എല്ലാം ഇവിടെ അടുത്തുണ്ടോ. ഞങ്ങൾ അങ്ങനെ ടെലിഫോണിലൊന്നും കറങ്ങാൻ വന്നിട്ടില്ല. അപ്പം നോക്കി ഇപ്പം നന്നായിട്ട് വിശപ്പും കൂടി. അപ്പോഴത്തേക്ക് ഞങ്ങൾ സെർബേക്ക് പാർക്ക് ഇഷ്ടപ്പെട്ടു. വരാൻ ഭയങ്കര പാടായിരുന്നു, നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഞങ്ങളിപ്പം ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലോട്ട് പോവാണ്. എല്ലാവരും ടയേർഡായി. അതായത് ടയോട്ടായി. അപ്പം ഏതായാലും ഇനിയും റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് കാണാം. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് നമ്മളിപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ടാപ്രി പഞ്ചാബി ബാർ ആൻഡ് ഗ്രിൽ റെസ്റ്റോറൻറ്റിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്.
സേറ കിടന്നുറങ്ങി. സേറ ബേബി ഉറങ്ങിപ്പോയി, ഞാനും ഉറങ്ങിപ്പോയി. 35 മിനിറ്റ് ഉണ്ടായിരുന്നു ട്രാവൽ. കുറച്ച് ട്രാവൽ, എല്ലാവരും ടയേർഡാണ്, കുറേ വെയിലൊക്കെ കൊണ്ടുപോയിട്ട്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റിൽ ഒരു സീറ്റ്, അത്ര റഷൊന്നും ഇല്ല. നമ്മളൊരു കോർണറിൽ നമ്മളൊരു സീറ്റൊക്കെ റെഡിയാക്കി. മെനു കാർഡ്, ചിക്കൻ വിങ്സ്, ഇവിടെ ഒരു പ്രത്യേകതരം ഓഫറുണ്ട്. അല്ല, എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ എവിടെ പോയി എന്നെ ഓർഡർ നോക്കിയാലും ഏറ്റവും ദിവസം ഞാൻ ബിരിയാണി തന്നെ ഓർഡർ ചെയ്തത്. എനിക്കറിയില്ല ബിരിയാണി. അപ്പോൾ നമ്മൾ മെനു ഒക്കെ നോക്കി സെലക്ട് ചെയ്തിട്ട് നമ്മളെന്താ ഓർഡർ ചെയ്തതെന്ന് കാണിക്കാം. വീട് പൊട്ടിയില്ല. ഇതാണ് ഇവിടുത്തെ മെനു വരുന്നത്. രണ്ടുപേരും മെനു പഠിക്കുമെന്ന് തോന്നുന്നു. ഞാൻ ഏതായാലും എൻ്റെ സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് കഴിക്കത്തുള്ളൂ. എനിക്ക് എന്നാ വേണ്ടേ? സെറബിയുടെ വിചാരം ഫേവറേറ്റ് എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു സാധനമാണ്. അവർക്ക് ചിക്കൻ്റെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. നല്ല ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻ്റാണ്. ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ഇനി ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇത് ആക്ച്വലി ഒരു ബാർക്കം റെസ്റ്റോറൻ്റ് ആണ്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ വളരെ നല്ല, ഐ മീൻ സിമ്പിളാണ്, പക്ഷേ നല്ല രസമാണ്, ഭംഗിയുണ്ട്. ഞങ്ങൾ പോയി 3 ഡ്രിങ്ക്സ് ഒക്കെ എടുത്ത്. യെസ്, സേറ ബേബിക്ക് ചിയേഴ്സ് അടിക്കണം എന്നാ കിട്ടിയാലും. അപ്പം ഞങ്ങൾ പോയി ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിച്ചു, ഫുഡ് ഓർഡർ ചെയ്തു. ഞാനൊരു ആപ്പിൾ ജ്യൂസ് വാങ്ങിച്ചു, സേറ ബേബി ഡാഡി ഒരു ബിയർ വാങ്ങിച്ചു, സ്മൃതി ഒരു കോക്ക് വാങ്ങിച്ചു. ഞങ്ങളപ്പം ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. നമ്മളങ്ങനെ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതൊരു റെഗുലർ മിക്സ് ഗ്രില്ലാണ്. ഇത് നാന്, ചേച്ചിക്ക് ചിക്കൻ ബിരിയാണി, പിന്നെ അവർക്ക് വേണ്ടിയിട്ട് പ്ലെയിൻ ആയിട്ടുള്ളൊരു ചിപ്സ്, പിന്നെ ഇത് ബട്ടർ ചിക്കനാണ്. കാരണം നമ്മൾ ഇവിടെ ചിക്കൻ തന്തൂരി ചിക്കൻ ചോദിച്ചപ്പോൾ അത് സ്വീറ്റ്നസ് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഫുഡ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ്. ഓക്കെ, നമ്മളിപ്പോൾ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ലുക്കൊക്കെ ഉണ്ട്, ഇതിന് ടേസ്റ്റ് കൂടെ ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, ഞങ്ങൾ ഇവിടെ ഫുഡ് അടി തുടങ്ങിയിട്ടുണ്ട്. സേറ ബേബി എൻ്റെ ബിരിയാണിയിൽ നിന്ന് കുറച്ചൊക്കെ എടുത്ത് കഴിച്ചു, അവൾക്ക് ഇഷ്ടമായി. പിന്നെ എനിക്കൊന്നും അവൾക്ക് ചെറിയൊരു എരിവ് പോലും പറ്റുന്നില്ല. പിന്നെ അവൾക്ക് ചിപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബിരിയാണി കൊള്ളാം കേട്ടോ. സ്മൃതി മോൾ എങ്ങനെയുണ്ട്? സ്മൃതി മോളെ കിച്ചു എങ്ങനെയുണ്ട്? നല്ല ഫുഡ് തന്നെ. നമ്മൾ പൈസ മുടക്കിയതിന് ഉണ്ട്. അപ്പോൾ ഞങ്ങളിത് ചടപടയിൽ നിന്ന് തീർക്കാൻ പറ്റുമോ നോക്കട്ടെ. നല്ല വിശപ്പുണ്ട്. കുഞ്ഞിപ്പെണ്ണിനെയും കൂടെ കഴിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര സ്ലോയാണ്. ഇനിയും പറ്റത്തില്ല. പിന്നെ എൻ്റെ വയറ് ഫുള്ളായി. എനിക്കിനി ഒരു സ്പൂൺ പോലും ഇറങ്ങുന്നില്ല. ഒന്നതായാലും നമ്മൾ സമയം തെറ്റി കഴിച്ചത് കൊണ്ട് എത്ര ആഞ്ഞ് ശ്രമിച്ചിട്ട് ഇത്രേ തീരുന്നുള്ളൂ. ബാക്കി അവരോട് പാഴ്സൽ തരാമോ എന്ന് ചോദിക്കണം. ഒന്നതായാലും നമ്മൾ സമയം തെറ്റി കഴിച്ചതുകൊണ്ട് നമുക്ക് ഗ്യാസൊക്കെ കയറി അല്ലാണ്ടായി പോയായിരുന്നു. അതുകൊണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ബിരിയാണി ആണെങ്കിലും നമ്മുടെ പ്രോപ്പർ കേരള സ്റ്റൈൽ ബിരിയാണി അല്ല. നമുക്ക് കേരളത്തിന് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു ബിരിയാണിയുടെ ആ സെയിം ടേസ്റ്റൊക്കെയാണ്. ഞാൻ കഴിക്കണം. ഞാൻ അത്രയും കഴിച്ചു. സേറ ബേബിക്ക് ഇത്തിരി കൊടുത്തത് മാത്രമേ വെച്ചുള്ളൂ. ബാക്കി നാനും ബട്ടർ ചിക്കനും ഒക്കെയാണ് അതുപോലെ തന്നെ ഇരിക്കുന്നത്. അപ്പം നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റ് പ്രിഫർ ചെയ്യും. വന്ന് അത്യാവശ്യം ഇന്ത്യൻ ഫുഡ്സ് മിസ് ചെയ്യുന്നവർക്ക് കഴിക്കാം. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. നല്ല ഫുഡാണ്. ഞങ്ങൾ ഇത് പ്രിഫർ ചെയ്യുന്ന എല്ലാവർക്കും. എല്ലാവരും ഇവിടെ ടെൽഫോർഡ് ഷൂസ്ബറി ഏരിയസിലുള്ളവർക്ക് ഇന്ത്യൻ ഫുഡ് കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ കേരളയല്ലെന്ന് പറ, കേരളയല്ല, ഇന്ത്യനാണ്. അപ്പം നമുക്ക് തനി കേരള ഫുഡ് കിട്ടുമെന്ന് വിചാരിച്ച് വരണ്ട. പക്ഷെ എന്നാലും ബിരിയാണിയൊക്കെ 12 പൗണ്ടായിരുന്നു. പക്ഷെ എന്നാലും വയറ് നിറച്ച് കഴിക്കാൻ വാങ്ങിച്ചൊന്നും കഴിക്കാൻ പറ്റാഞ്ഞിട്ട് ഞങ്ങളത് ഈ പാഴ്സൽ വാങ്ങിച്ചോണ്ട് വന്നേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇന്ത്യയിൽ അതെ പാഴ്സലല്ല, ടേക്ക് അവേ എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ഇൻറ്റീരിയറും കാര്യങ്ങളും എല്ലാം നല്ലതാണ്. അപ്പം ഞങ്ങൾ പോവാണ് ഗൈസ്. ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം. ഇനി വണ്ടിയിലിരുന്നൊന്നും പറയാനുള്ള ജീവനില്ല. വീട്ടിൽ ചെന്നിട്ട് കാണാമെന്ന് പറയുന്നുണ്ട്. അപ്പം അടുത്ത വീഡിയോ കാണാം.
പക്ഷേ ഇനി ഒരു സർപ്രൈസ് കൂടെ ഉണ്ട്. ഇച്ചുവിനുള്ളൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഇതുവരെ കൊടുത്തിട്ടില്ല. അതിന് ഫോണാണോ പൊട്ടിയെടുക്കുന്നത്? സാരമില്ല. ഇച്ചയുടെ സത്യം പറഞ്ഞാൽ എൻ്റെ ഫോണിലെ ചാർജ് തീർന്നു. ഇപ്പോൾ ഞാൻ ഇച്ചയുടെ ഫോണിലാണ് വ്ളോഗ് എടുക്കുന്നത്. ഞാൻ ആ ഗിഫ്റ്റ് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലിരിക്കുന്നേ ഉള്ളൂ. പോകുന്ന വഴിക്ക് ഇനി അത് കളക്ട് ചെയ്യണം. എന്നാ പറഞ്ഞിട്ട് ഇനി ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം അതും കൂടെ കാണിക്കാം. ഓക്കെ, ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ ബർത്ത്ഡേയുടെ ഔട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച് ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് വരുന്ന വഴി നല്ല മഴയല്ല, അത് അത്യാവശ്യം ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു. നല്ല മഴയായിരുന്നു. ഐ മീൻ ഫീൽ ഗുഡ് മഴയായിരുന്നു. നമ്മൾ ചൂടിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടങ്ങ് മാറിയിട്ട് ചെറിയ തണുപ്പൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പം ഒരു 5 മിനിറ്റിൽ വീട്ടിലെത്തും, 5-10 മിനിറ്റിൽ വീട്ടിലെത്തും. പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞാൽ പടയപ്പ ആരെയും കിട്ടത്തില്ല. അതുകൊണ്ട് കിടന്നുറങ്ങത്തില്ല. ഇവിടെ സമയമൊന്നും ആയില്ല. കുളി ഇപ്പൊ 8 മണി. ഇനി കുളി ഉച്ചയ്ക്ക് നാളെ ഡ്യൂട്ടി. എല്ലാവരുടെയും ഫോണൊക്കെ ചാകാറായി. നാളത്തേക്ക് എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. അപ്പൊ ക്വാളിറ്റി ഡിഫറൻസ് വരും. നമ്മള് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ ബേബി ബൈ പറ. ബൈ പറ. ഇല്ല, ബൈ. വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഇച്ചയ്ക്കുള്ള സർപ്രൈസൊക്കെ ഞങ്ങൾ റിവീൽ ചെയ്തു. ഇച്ച എന്തോ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുമായിരുന്നു, പക്ഷേ ഇത്രയും വൈകിയത് കൊണ്ട് ഇച്ച ഓർത്ത് ഇനിയൊന്നും ഇല്ലായിരിക്കുമെന്ന്. പക്ഷേ ഇന്നലെ പാർട്ടി സമയത്തൊക്കെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ഏതായാലും ഗിഫ്റ്റൊക്കെ ഒത്തിരി ഇഷ്ടമായി. ഇച്ച ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം നല്ലൊരു ബർത്ത്ഡേ സേറ ബേബിയും സ്മൃതിയും ഈ പ്രാവശ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ചുകൂടെ ഞങ്ങൾക്ക് നന്നായിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞങ്ങൾക്ക് ഇതുവരെ തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും കമൻറ്റ് ചെയ്യുന്നവരും മെസ്സേജ് അയക്കുന്നവരോടൊക്കെ ഒത്തിരി സ്നേഹം മാത്രം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലുമൊക്കെ കമൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, മെസ്സേജ് അയക്കാം, എങ്ങനെ വേണമെങ്കിലും ഞങ്ങളെ അറിയിക്കാം. അപ്പം ഒത്തിരി സന്തോഷം. അപ്പോൾ ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.